ലോകത്തിലെ ഡേഞ്ചറായിട്ടുള്ള വിമാനത്താവളങ്ങൾ. സ്കോട്ട്ലൻഡ് ബാറ വിമാനത്താവളം പൂർണ്ണമായും കടൽത്തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വിമാനത്താവളം 1936 നിർമ്മിച്ചത്. സ്കോട്ട്ലൻഡിലെ ബാറ ദ്വീപിൻ്റെ വടക്ക് വശത്തുള്ള ഈ വിമാനത്താവളത്തിന് വളരെ ചെറിയ ഒരു റൺവേ മാത്രമേയുള്ളൂ. അതുതന്നെ തിരകൾ വന്നടിക്കുന്ന ബീച്ചിനോട് ചേർന്നാണ്. അപകടം പിടിച്ചതെങ്കിലും ഈ വിമാനത്താവളം സന്ദർശകർക്ക് പ്രിയപ്പെട്ടതാണ്. ഗ്ലാസ്ഗോയിലേക്കുള്ള ഒരു വിമാന സർവീസ് മാത്രമേ ഇവിടെ നിന്നുള്ളൂ. രണ്ടാമത്തെ വിമാനത്താവളം കോർഷെവൽ വിമാനത്താവളം, ഫ്രാൻസിലെ ആൽപ്സ് പർവ്വതനിരകൾക്ക് ഇടയിൽ 2008 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിമാനത്താവളം അതിമനോഹരമാണ്. ഇവിടെയുള്ള സ്കീ റിസോർട്ടിലേക്ക് വരുന്ന സഞ്ചാരികളാണ് മഞ്ഞ് മൂടിയ കോർഷെവൽ വിമാനത്താവളം ഉപയോഗിക്കുന്നത്. വെറും 537 മീറ്റർ നീളമുള്ള ഒരു ചെറിയ റൺവേ മാത്രമേയുള്ളൂ. ഇവിടെ വിമാനമിറക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫുന്ദർ വിമാനത്താവളം, ഹിമാചൽ പ്രദേശിലെ കുളു എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തെക്കുറിച്ച് അറിയാമല്ലോ. അവിടെ ഒരു ചെറിയ വിമാനത്താവളമുണ്ട്, ഫുന്ദർ. ഈ വിമാനത്താവളത്തിന് വെറും 1125 മീറ്റർ നീളമുള്ള ഒരു കൊച്ചു റൺവേ മാത്രമേ ഉള്ളൂ. മലകളാൽ ചുറ്റപ്പെട്ട ഇവിടേക്ക് വിമാനമിറക്കുക എന്നത് വൈമാനികരെ സംബന്ധിച്ച് ഒരു ടാസ്ക് തന്നെയാണ്. ടെൻസിംഗ് ഹിലാരി വിമാനത്താവളം, നേപ്പാൾ. വർഷങ്ങളോളം ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച വിമാനത്താവളം എന്ന കുപ്രസിദ്ധി നേടിയ ഈ എവറസ്റ്റ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. 1964 എഡ്മണ്ട് ഹിലാരിയുടെ മേൽനോട്ടത്തിലാണ് ഇത് നിർമ്മിച്ചത്. പ്രതികൂല കാലാവസ്ഥയും പ്രതികൂല ഘടനയും കാരണം ഇവിടെ പകൽ സമയത്ത് മാത്രമേ വിമാനം ഇറങ്ങുകയുള്ളൂ. ഐസ് റൺവേ, അന്റാർട്ടിക്ക. മഞ്ഞുമൂടിയ തണുത്തുറഞ്ഞ അന്റാർട്ടിക്കയിൽ ചില റൺവേകളുണ്ട്. വിമാനത്താവളം എന്നൊന്നും വിളിക്കാൻ കഴിയില്ലെങ്കിലും ഇത്തരം റൺവേകളിൽ ചക്രമുള്ള വിമാനങ്ങൾ തന്നെ ഇറക്കാൻ കഴിയും. മഞ്ഞിൽ നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടങ്ങളിൽ സീസൺ അനുസരിച്ച് പുതിയ റൺവേകൾ ഉണ്ടാക്കേണ്ടി വരും. കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ മാത്രമേ ഇവിടെ വിമാനം ഇറക്കുക.